ബസ്സിന് കുറുകെ കാർ നിർത്തി തടയുകയും ട്രിപ്പ് പൂർണ്ണമാക്കാൻ അനുവദിക്കാതെ യാത്രക്കാരെ ഇറക്കിവിടുകയും ചെയ്ത സംഭവത്തിൽ പരാതി നൽകാൻ തയ്യാറാവാതെ KSRTC ഒളിച്ചു കളിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഭയം. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് KM സച്ചിൻ ദേവ് MLAയും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്തുള്ള സംഭവത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറെയാണ്. ഡ്രൈവർക്കെതിരെ നടപടി വേണമെന്ന തിരുവനന്തപുരം നഗരസഭ പ്രമേയം പാസാക്കിയതും CPMന്റെ നിലപാട് വിശദീകരണമാണ്. മേയർക്കെതിരെ നടപടികളൊന്നും KSRTCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല. ഭരണകക്ഷിയുടെ സമ്മർദ്ദം കാരണമാണ് പരാതി നൽകാതെ KSRTC കള്ളക്കളി നടത്തുന്നത്. അതേസമയം ആഭ്യന്തര അന്വേഷണം നടത്തി ഡ്രൈവർക്ക് അനുകൂലമായി KSRTC CMD പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിക്ക് നൽകിയെങ്കിലും വിശദ റിപ്പോർട്ട് നൽകാൻ മന്ത്രി ആവശ്യപ്പെട്ടു. അതായത് KSRTC MDയുടെ റിപ്പോർട്ട് ഡ്രൈവർക്ക് അനുകൂലമാണ്. ഇത് മനോരമയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനിടെ ബസ്സിനുള്ളിലെ ക്യാമറകൾ പോലീസ് പരിശോധിക്കും. അശ്ലീല ആംഗ്യം കാട്ടിയതിനുള്ള തെളിവാണ് പോലീസ് തേടുന്നത്. ഇതിൽ നിന്നും സംഭവത്തിലെ യഥാർത്ഥ ചിത്രം കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്. കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചതോടെ ഡ്രൈവർ യദു സിറ്റി പോലീസ് കമ്മീഷണർക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകി. ഈ പരാതികളിൽ നടപടി ഉണ്ടാകാതെ വന്നാൽ കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതേസമയം ബസ് തടഞ്ഞ ട്രിപ്പ് മുടക്കിയതിന് പരാതി നൽകേണ്ട എന്നാണ് KSRTCയുടെ തീരുമാനം. KSRTC ബസ് തടഞ്ഞതിനും സീബ്ര ലൈനിൽ വാഹനം നിർത്തി ട്രാഫിക് നിയമം തെറ്റിച്ചതിനും കേസെടുക്കാമെങ്കിലും ഡ്രൈവറുടെ ആരോപണം നിലവിലെ കേസിനൊപ്പം അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഡ്രൈവർ യദുവിന്റെ മൊഴിയെടുക്കും. അപകടകരമായ നിലയിൽ വാഹനം ഓടിച്ച് നിയമലംഘനം നടത്തുകയും അശ്ലീല ആംഗ്യം കാട്ടിയ ഡ്രൈവറെ തടഞ്ഞു വയ്ക്കുകയുമാണ് മേയറും MLAയും ചെയ്തതെന്ന് പോലീസ് ന്യായീകരിക്കുന്നു. എന്നാൽ ബസ്സിനുള്ളിലെ ക്യാമറ പരിശോധനയിൽ ഇതിൽ സത്യം തെളിയും. ബസ് തടഞ്ഞില്ലെന്ന നിലപാടിലായിരുന്നു മേയർ. റെഡ് സിഗ്നലിൽ ബസ് നിർത്തിയപ്പോൾ ബസ്സിനടുത്തെത്തി ഡ്രൈവറെ ചോദ്യം ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ സീബ്ര ലൈനിൽ ബസ്സിന് കുറുകെ കാർ നിർത്തിയിട്ട ശേഷം ബസ്സിന്റെ ഡോർ വലിച്ചു തുറന്ന ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടാകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദം പൊളിയുകയായിരുന്നു. മേയർ പരാതി നൽകിയതോടെയാണ് യദു കൗണ്ടർ പരാതി നൽകിയത്. പോലീസ് എത്തിയാണ് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തത്. അതിനാൽ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കേസെടുക്കേണ്ടതില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം യദു തള്ളിക്കളയുകയാണ്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിലും ഡ്രൈവർക്കെതിരായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് അറിയുന്നത്. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ റെഡ് സിഗ്നലിലാണ് കാർ നിർത്തി ബസ് ഡ്രൈവറുമായി സംസാരിച്ചതെന്നായിരുന്നു മേയർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇത് പച്ചക്കളമാണെന്ന് കാണിക്കുന്ന ക്യാമറ ദൃശ്യവും അന്വേഷണ റിപ്പോർട്ടും. മാത്രമല്ല, സംഭവം നടക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ അതുവഴി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങളുണ്ട്. റെഡ് സിഗ്നൽ സമയത്താണ് കാർ നിർത്തിയതെന്ന മേയറുടെ വാദത്തെ ഇത് നിരാകരിക്കുന്നു. സംഭവ സമയത്ത് ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നുവെന്ന മേയറുടെ ആരോപണവും മെഡിക്കൽ പരിശോധനയിൽ പൊളിഞ്ഞു. പരിശോധനയിൽ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനും ആയിട്ടില്ല.